ഇത് പാർട്ട് 2 ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം കാണാൻ വേണ്ടി നോക്കുക. വെൽക്കം. എൻ്റെ പേര് അംബ്രാസ്, എഡെക്സ് ലൈഫ് സ്കൂളിൻ്റെ ഫൗണ്ടറാണ്. ഞാൻ മാർക്കറ്റിങ്ങിൻ്റെ പാർട്ട് 2 വരുന്ന ടോപ്പിക്കുകൾ എന്ന് വെച്ചെങ്കിൽ ഇത് പുതിയതായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്റ്റുഡൻ്റ് ആയിട്ട് കാണണ്ട, നിങ്ങളൊരു ഫൗണ്ടറായിട്ട് കാണുക, ഒരു ബിസിനസ്സിൻ്റെ ഓണറായിട്ട് കാണുക. നമ്മൾ ഇന്ന് പറയുന്നത് ബ്രാൻഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അതിനുശേഷം ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് പോവുക. എല്ലാവരും പറയും എനിക്ക് ബ്രാൻഡ് ആവണം, എനിക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം എന്നുള്ളത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ടിക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് നീക്കിയാണ്, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒരു കടിച്ച ഭാഗം കണ്ടാൽ നമ്മൾ മനസ്സിലാവും അത് ആപ്പിൾ കമ്പനിയുടെ ആണെന്നുള്ളത്. അത് ഒരു യുണീക്ക് ഒരു ഐഡൻറ്റിറ്റി, നെയിം ആയിക്കോട്ടെ, ലോഗോ ആയിക്കോട്ടെ, ടാഗ്ലൈനായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കലാണ് ഈ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? ഇപ്പോൾ ബ്രാൻഡിങ് യൂസ് ചെയ്യുന്ന ആർട്സും അതുപോലെ തന്നെ പ്രൊഡക്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്രാൻഡ് ഇക്വിറ്റി. ഇപ്പോൾ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ലോഗോ, ടാഗ്ലൈൻ, ഈ കാര്യങ്ങളൊക്കെ വാല്യൂസൊക്കെയാണ് ബ്രാൻഡ് ഇക്വിറ്റിയിൽ വരുന്നത് കേട്ടോ. പിന്നെ ബ്രാൻഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, റിലയൻസ് ഒരു പ്രൊഡക്റ്റ് ജിയോ ഇറക്കി, റിലയൻസ് ജിയോ എന്നറിയില്ലേ, അതിൻ്റെ പേരൻറ്റ് ബ്രാൻഡ് ഉണ്ടാവും, സബ് ബ്രാൻഡ് ഉണ്ടാവും, കോ ബ്രാൻഡിങ് ഉണ്ടാവും. ഇങ്ങനത്തെ ഓരോ ടോപ്പിക്കുകളൊക്കെ വരുന്നുണ്ട് ബ്രാൻഡിങ് റിലേഷൻഷിപ്പിൽ. ഇപ്പോൾ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ജനങ്ങളായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളൊരു കമ്പനി തുടങ്ങി, നിങ്ങളെ കമ്പനിയുടെ ലോഗോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഇന്ന ആളുടെ ബ്രാൻഡാട്ടോ, ഇന്ന കമ്പനിയുടെ ബ്രാൻഡാട്ടോ, ചെറുപ്പശ്ശേരി ബേസ് ചെയ്യലാട്ടോ. ഇപ്പോൾ എഡെക്സ് ലൈഫ് സ്കൂളിൻ്റെ കണ്ടു കഴിഞ്ഞാൽ ഇത് അംബ്രാസ് സ്കേറ്റിൻ്റെ ബ്രാൻഡാട്ടോ, അവർ തുടങ്ങിയ സംഭവമാണെന്നുള്ളത്. ഈ സ്ഥിതിക്ക് എത്തിക്കലാണ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇനി നമ്മൾ അടുത്ത ടോപ്പിക്ക്, നമ്മളെ 4 P's നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ അല്ലേ. അതിൽ സെക്കൻഡ് ആയിട്ടുള്ള കാര്യമാണ് പ്രൈസ്. ഒരു മാർക്കറ്റിംഗ് മാനേജർ എന്നുള്ളതിലേക്ക് പ്രൈസിങ് നിങ്ങളാണ് ഫിക്സ് ചെയ്യേണ്ടത്. പ്രൈസിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഒരു പ്രൊഡക്റ്റിന് എത്ര സെല്ല് ഇതാക്കണം എന്നുള്ളത്. നമുക്ക് മെയിനായിട്ട് 4 ടൈപ്പ് ഓഫ് പ്രൈസിങ്ങിന് സ്ട്രാറ്റജിനെ കുറിച്ചിട്ട് പറയാം, അതിന് മെത്തേഡ്സിന്. അതിൽ ഒന്നാമത്തേത് സ്കിമ്മിങ് എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഇനീഷ്യലി ഹൈ പ്രൈസ് വരും, പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരും. അത് ആപ്പിളൊക്കെ നിങ്ങൾ ആലോചിച്ചോ, ആപ്പിളൊക്കെ മാർക്കറ്റിൽ ഇറക്കുന്ന സമയത്ത് ഭയങ്കര ലക്ഷങ്ങളാകാരം, പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരില്ലേ. ഇതാണ് സ്കിമ്മിങ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ചില സമയത്ത് തുടങ്ങുന്ന സമയത്ത് ചെറിയ റേറ്റ് ഉണ്ടാവുള്ളൂ, പിന്നെ ഇങ്ങനെ കൂടി പോകും. അതാണ് പെനട്രേഷൻ പ്രൈസിങ് ഉള്ളത്. അതായത് പെനട്രേഷൻ രണ്ടെണ്ണം മനസ്സിലായി, സ്കിമ്മിങ്ങും പെനട്രേഷൻ ക്ലിയർ ആയോ? ദെൻ തേർഡ് ആണ് സൈക്കോളജിക്കൽ പ്രൈസിങ്. അതായത് 99 100 രൂപ എന്നുള്ളത് 99 കിട്ടണം. ഇതൊക്കെ എന്താണ്, ഒരു സൈക്കോളജിക്കൽ പ്രൈസിങ് ആണ്. ദെൻ തേർഡ് ആണ് പ്രൊമോഷണൽ പ്രൈസിങ്. അത് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ ബണ്ടിൽ അങ്ങനത്തെ ഓഫർ ഇതൊക്കെ കൊടുത്തിട്ട് പ്രൈസ് തരുന്നതാണ് ഡിസ്കൗണ്ട് പ്രൈസിങ് എന്നുള്ളത്. പ്രൊമോഷണൽ പ്രൈസിങ്. ഈ 4 ടൈപ്പ് ഓഫ് പ്രൈസിങ് ഉണ്ട്. പ്രൈസിങ് എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് ഒരു പ്രൊഡക്റ്റ് എത്ര രൂപക്ക് മാർക്കറ്റിൽ സെല്ല് ചെയ്യണമെന്ന് ഫിക്സ് ചെയ്യുന്നതാണ് പ്രൈസിങ് എന്നുള്ളത്. പിന്നെ പ്രൈസിങ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു. ഇനി മെത്തേഡ്സ് കോസ്റ്റ് വൈസ് ഉണ്ട്. അതായത് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഉണ്ടാവും. 100 രൂപ, ഇപ്പോൾ ഒരു ടീഷർട്ട് ഉണ്ടാക്കാൻ 300 രൂപയാണെങ്കിൽ 300 പ്ലസ് നമുക്ക് കിട്ടേണ്ട ഒരു 100 രൂപ വേണമെങ്കിൽ 400 രൂപ. അത് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് ആണ്. സെക്കൻഡ് ഡിമാൻഡ് ബേസ്ഡ് ആണ്. ഡിമാൻഡ് ബേസ്ഡ് വെച്ചെങ്കിൽ ചില പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ ആളുകൾ വാങ്ങാൻ ഭയങ്കര റെഡിയാക്കാരം. അപ്പം എന്തുണ്ടാവും, കോസ്റ്റ് ചിലപ്പോൾ 100 രൂപ, ചിലപ്പോൾ 1000 രൂപക്ക് വെക്കും. അത് ആ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിമാൻഡ് ബേസ്ഡ് ഉള്ള പ്രൈസിങ് ഉണ്ട്. ദെൻ ലാസ്റ്റ് കോമ്പറ്റീഷൻ ബേസ്ഡ്. അതായത് നമ്മളെ കോമ്പറ്റീറ്റർ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ 1 കിലോ തക്കാളി വെക്കുന്നുണ്ട്, നമ്മളെ കോമ്പറ്റീറ്ററും തക്കാളി വെക്കുന്നുണ്ട്, ആള് 30 രൂപക്ക് വിറ്റാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി 30 രൂപക്ക് വെക്കേണ്ടി വരും. ഈ പ്രൈസ് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്നവരാണ് കോമ്പറ്റീറ്റീവ് പ്രൈസിങ്. ഇപ്പോൾ കോസ്റ്റും ഡിമാൻഡും അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് പ്രൈസിങ്, ഈ 3 എണ്ണം മനസ്സിലായോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാനോടി വെക്കണ്ട. വെറുതെ വീഡിയോ ഇങ്ങനെ കണ്ടും അല്ലെങ്കിൽ ഇതാക്കിയ പോലെ ജസ്റ്റ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എഴുതാനോടിയും പറ്റണേ. ഇനി അടുത്ത ഒരു സംഭവമാണ് ഡിസ്ട്രിബ്യൂഷൻ. അടുത്തൊരു ടോപ്പിക്കാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് പറയുകയാണെങ്കിൽ, നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, റീറ്റെയിലേഴ്സിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണ്ടേ. ഇതിന് 2 വഴിയാണ് മെയിനായിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ചാർട്ട് വരച്ച 2 വഴിയുണ്ട്, ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നോ മിഡിൽ മാൻ നമ്മൾ നേരിട്ട് കസ്റ്റമർ കൊടുക്കുന്നത്. ഇൻഡയറക്റ്റ് പറഞ്ഞാൽ മിഡിൽ മാൻ വെച്ച് കൊടുക്കുന്നതാണ് ഇതുള്ളത്. അപ്പം നമ്മൾ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഫംഗ്ഷൻസിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ ഫംഗ്ഷൻസിൽ വരുന്നതാണ്. സ്റ്റോറേജിനെ കുറിച്ച് നമ്മൾ ഇതാക്കണം. വെയർ ഹൗസ് എത്ര നമുക്ക് യൂണിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളത്. സെക്കൻഡ് ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ എങ്ങനെ എത്തിക്കും എന്നുള്ളത്. മൂന്നാമത്തെ നെഗോഷിയേറ്റ് ആൻഡ് റിസ്ക് ടേക്കിംഗ്. നെഗോഷിയേറ്റ് ചെയ്യാറ് എന്താ, നമ്മളൊരു റീറ്റെയിലറാണ്, എനിക്ക് 100 യൂണിറ്റ് ഇത്ര രൂപക്ക് വേണം, നമുക്ക് അവിടെ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങളെ സെല്ല് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സെയിം തക്കാളി വേറൊരു സപ്ലയർ ഒന്ന് കൊടുക്കുകയാണ്, നമ്മളിരുന്ന് തക്കാളി എടുക്കാൻ വേണ്ടി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ റിസ്ക് ടേക്ക് ചെയ്യേണ്ടി വരും. കാരണം ഡാമേജ് വരെ, ഇപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മളൊരു കസ്റ്റമറിന് സാധനങ്ങൾ കാശ് പേയ്മെൻറ്റ് നടത്തി, പോണയ്ക്ക് ഡാമേജ് എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ ഉത്തരവാദിത്തം നമ്മളല്ലേ. റിസ്ക് ടേക്കിംഗ് കൂടി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നുണ്ട്. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് വെച്ചെങ്കിൽ റീറ്റെയിലാണ്.
റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ മാനുഫാക്ചർ ചെയ്തോളൂ ഡിസ്ട്രിബ്യൂഷൻ ഹോൾസെയിലേക്ക് എത്തും, ഹോൾസെയിലിന് റീറ്റെയിലേക്ക് എത്തും, റീറ്റെയിൽ നല്ല കസ്റ്റമർക്ക് എത്തും അല്ലെങ്കിൽ എൻഡ് യൂസർക്ക് കിട്ടുക. അപ്പോൾ ഈ റീറ്റെയിലിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടാവും, ഹൈപ്പർ മാർക്കറ്റുകൾ ഉണ്ടാവും, ഓൺലൈൻ ഉണ്ടാവും, ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ടാവും, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഉണ്ടാവും. എന്താണ് ഈ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും നമ്മൾ വ്യത്യാസം നിങ്ങൾക്ക് അറിയോ? ആരെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ഇട്ടോ, അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കും അല്ലെങ്കിൽ ഹോം അപ്ലയൻസ് ഒക്കെ വെക്കുന്ന പ്ലേസ് ആണ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ടു നമ്മുടെ ഗ്രോസറി, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ആ കാര്യങ്ങളൊക്കെ ബ്യൂട്ടി ഹെൽത്ത് റിലേറ്റഡ് സാധനങ്ങളൊക്കെ വെക്കുന്നതാണ് സൂപ്പർ മാർക്കറ്റ്. ഈ സൂപ്പർ മാർക്കറ്റ് പ്ലസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആണ് ഹൈപ്പർ മാർക്കറ്റ്. ഇപ്പോൾ ലുലുവിൻ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഉണ്ടാവും. അതുപോലെ മനസ്സിലായില്ലേ? അതാണ്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ വെറും ഇലക്ട്രിക്, നന്ദിലജി മാറ്റാലും മൈജി എന്നൊക്കെ പറയുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. ഇതാണ് വരുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രൊമോഷൻ മിക്സ്. പ്രൊമോഷൻ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പറയാം. നമ്മൾ എന്താ പറയുക, മാർക്കറ്റ് മിക്സ് എന്തൊക്കെയെന്ന് പറഞ്ഞു 4 പീസ് പറഞ്ഞില്ലേ, മാർക്കറ്റ് മിക്സ് 4 പീസ്. പ്രൊമോഷൻ മിക്സിൽ വരുന്നതാണ് ഒന്ന് അഡ്വർടൈസിങ്, പരസ്യം. ഇത് നമുക്ക് 2-3 ചെയ്യാം. പെയ്ഡ് ആയിട്ട് ചെയ്യാം, നോൺ കൊമേഴ്ഷ്യൽ ആയിട്ട് ചെയ്യാം. ആളുകളിലേക്ക് എത്തിക്കുക, അഡ്വർടൈസ് ചെയ്യുക. പല മീഡിയസിൽ, സോഷ്യൽ മീഡിയസിലോ ടി വിയിലോ പത്രത്തിലോ ഫ്ലെക്സ് വെച്ചിട്ടോ ഹോർഡിങ്സ് വെച്ചിട്ടോ എങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യാം. പിന്നെ സെയിൽ പ്രൊമോഷൻ ഉണ്ട്, അതായത് ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ് കൊടുത്തിട്ട് സെയിൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ബൈ 1 get 1, ക്യാഷ് ബാക്ക്, ഇതുപോലത്തെയൊക്കെയാണ് സെയിൽസ് പ്രൊമോഷൻ. പിന്നെ പേഴ്സണൽ സെല്ലിംഗ് ഉണ്ട്, നമ്മൾ ആളുകൾക്ക് പോയിട്ട് നിങ്ങൾക്ക് വേണോ വെച്ചാൽ ആ പേഴ്സണൽ സെല്ലിംഗ് ആ സംഭവം വരുന്നുണ്ട്. പിന്നെ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് പ്രൊമോഷൻ മിക്സിന്. പബ്ലിക് റിലേഷൻ വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു നമ്മളൊരു ഇമേജൊക്കെ ആളുകളുടെ ഇടയിലുള്ള ഇമേജൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക, ആ രീതിക്ക് ചെയ്യുന്നത്. പിന്നെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് മെയിലൊക്കെ അയച്ചിട്ട് മെസ്സേജൊക്കെ അയച്ചിട്ട് അവർക്ക് ഇപ്പോൾ നിങ്ങൾ മിന്ത്ര എന്ന ഫ്ലിപ്കാർട്ടിന് ഓർഡർ ചെയ്ത് നിങ്ങളുടെ മെയിൽ എന്തായാലും അവർ മെസ്സേജ് ഒന്ന് കിടക്കുന്നുണ്ടാവും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഈ ഒരു 5 പോയിന്റാണ് പ്രൊമോഷൻ മിക്സിൽ മെയിനായിട്ട് വരുന്നത്. അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, എന്താ പറയുക പേഴ്സണൽ സെല്ലിംഗ്, പബ്ലിക് റിലേഷൻ ആൻഡ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഒരു IMC എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, അത് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മളെ എല്ലാ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരു എന്താ പറയുക കൺസിസ്റ്റൻസിയിലൊക്കെ യൂസ് ചെയ്തൊരു ടൂളാണ് ആളുകളിലേക്ക് എത്തിക്കാനുള്ളതാണ് ഇൻ്റഗ്രേറ്റഡ് എന്നുള്ളത്. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് ഇ-കൊമേഴ്സ് ആൻഡ് ഇ-മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇ-കൊമേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ഈ കൊമേഴ്സിനൊക്കെ ഇലക്ട്രോണിക് വൽക്കരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്, അതായത് ബൈയിങ് സെല്ലിങ് ഓൺലൈനിലൂടെ ചെല്ലുന്നതാണ് ഇ-കൊമേഴ്സ്. അതിന് ടൈപ്സ് വരുന്നുണ്ട്. B2B എന്ന് പറഞ്ഞാൽ ബി എന്നുള്ള ബിസിനസ് ടു ബിസിനസ് വരുന്നുണ്ട്, ബിസിനസ് ടു കൺസ്യൂമർ വരുന്നുണ്ട്, ബിസിനസ് ടു കസ്റ്റമർ വരുന്നുണ്ട്, കസ്റ്റമർ ടു കസ്റ്റമർ വരുന്നുണ്ട്, കസ്റ്റമർ ടു ബിസിനസ് ഉണ്ട്, B2B, B2C, C2C, C2B. ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ, അത് എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് അടിച്ചു കയറ്റാൻ പറ്റുന്ന ഇത് കാണാം. പിന്നെ M-കൊമേഴ്സ് ഉണ്ട്. ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ എന്താ കാരണം നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫോണിലാക്കാരം M-കൊമേഴ്സ്. ഈ രീതിക്കുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ പേയ്മെൻറ്റിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI വാലറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് വരുന്നത്. ദെൻ ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ് റൂറൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഈ റൂറൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൂറൽ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. റൂറൽ എന്ന് പറഞ്ഞാൽ എന്താ, ലാർജ് ആൻഡ് അൺടാപ്പബിൾ പോപ്പുലേഷൻ. നമ്മളെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് റൂറലായിട്ടുള്ള ഇന്ത്യയിലാണ്, റൂറലായിട്ടുള്ള ജനങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നതിനെ കുറിച്ചിട്ടാണ്. മേ ബി അവിടെ ഹോർഡിങ്സ് വെക്കാൻ പറ്റുമോ, നമുക്ക് പറ്റണമെന്നില്ല, കാരണം അങ്ങനത്തെ ഏരിയയൊക്കെ കാരണം അപ്പോൾ പ്യുവർ ഇൻഫ്രാസ്ട്രക്ചറും അല്ലെങ്കിൽ ഇല്ലിറ്ററസി ആയിട്ടുള്ളതും സീസൺ ലിങ്കുള്ള ആളുകളൊക്കെ കാരണം. അപ്പോൾ അവിടെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് ലോക്കൽ ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്തിട്ട് കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ആ രീതിക്കൊക്കെ ലോക്കലി അല്ലെങ്കിൽ ഡെവലപ്ഡ് അല്ലാത്തൊരു ഏരിയയിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ടോട്ടൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒരു കോർ കൺസെപ്റ്റ് എന്നുള്ളത്. ഞാനിപ്പോൾ 6 മാസം കൊണ്ട് പഠിക്കണതാണ്, നിങ്ങൾക്കൊരു 18-20 മിനിറ്റ് കൊണ്ട് ആ ബേസിക്സ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം കൂടെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. നിങ്ങൾക്ക് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിതൊന്ന് വായിക്കുക. നിങ്ങളുടെ സിലബസ് ഞാൻ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അതിൽ സംശയമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കമൻ്റ് ആക്കിയിട്ട് DM ആയിട്ട് അയക്കും. ഞാൻ അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന Q&A പോലത്തെ വീഡിയോസ് ചെയ്യാം. ക്ലിയർ ആണ് തോന്നുന്നുണ്ട്. ഞാൻ ഓവറോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓവറോൾ ഒന്ന് പറയുന്നത് മാർക്കറ്റ് മിക്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. 4 പീസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പ്രൊഡക്റ്റ് 2 തരത്തിലുണ്ട്, ഗുഡ്സും ഉണ്ട്, സർവീസും ഉണ്ട്. ഈ ഗുഡ്സിൽ തന്നെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് അങ്ങനത്തെ വരുന്നുണ്ട്. സർവീസ് പറഞ്ഞാലും നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും, ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ എന്നുള്ളത്. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ടോട്ടൽ ഒരു അവയർനെസ് വേണം, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ. സെക്കൻഡാണ് പ്രൈസിങ് മെത്തേഡ് ഞാൻ കുറിച്ചിട്ട് പറഞ്ഞു, പ്രൈസിങ് സ്ട്രാറ്റജിനെ കുറിച്ചിട്ട് പറഞ്ഞു. എന്താണ് പ്രൈസ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡെഫിനേഷനുകൾ പഠിച്ചു വെക്കണം. ദെൻ പ്ലേസ് മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള പറഞ്ഞു.
ദെൻ അടുത്ത പ്രൊമോഷൻ മിക്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇതാണ് ഓവറോൾ മാർക്കറ്റിംഗ്. ഇനി നിങ്ങളോട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങളൊരു ബിസിനസ് ഓണറായിട്ട് അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണറായിട്ട് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, വീഡിയോസ് ഈ കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുമാണ് നിങ്ങൾ ചിന്തിക്കാൻ. വീഡിയോ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമല്ല. നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക. ഇനി കൂടുതലായിട്ട് സിലബസിൽ നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റിൽ ഇട്ടുകൂടി, ഞാൻ വായിക്കും, നിങ്ങൾക്ക് റീപ്ലൈനെ തരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യും.